നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പോയി വല്ലതൊന്ന് കഴിക്കട്ടെ. അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പം ചെയ്യേണ്ടി വരില്ല. ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം. ഫുഡ് കഴിക്കേണ്ട പ്ലാൻ ചേട്ടാ. ഫുഡ് കഴിക്കേണ്ട പരിപാടി ചേട്ടാ. കൊതിമൂത്ത് കഴിക്കണത്, വേറെ ഒന്നുമില്ല. വിശപ്പൊന്നുമില്ല, കൊതിമൂത്ത് കഴിക്കണത്. ചോറ് കഴിച്ച എവിടെ എനിക്ക് വിശക്കാൻ. ഇത് 5 മിനിറ്റിൻ്റെ ഇതാണ് കേട്ടോ. നോക്കി നോക്ക് എത്ര പിപ്പ് പറഞ്ഞാൽ നോക്ക് ഒരു മൂവ്മെൻറ്റിൽ. 57. അത് 5 മിനിറ്റിൻ്റെ ബേസിലാണ്. അതിൽ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വലിയ ഒരു സുഖമൊന്നുമില്ല. കണ്ടാ അത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ എത്ര റേഷ്യോ ഒന്ന് കറക്റ്റായി കിട്ടൂല നമ്മൾ വിചാരിക്കുന്ന പോലെ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാൻ കേട്ടോ. ടൈമായി. ഫോഗിയായിട്ട് കിടക്കണം കേട്ടോ. എല്ലാവരും ഗുഡ് മോർണിംഗ് കാശ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ചെടിയൊക്കെ നോക്കുക. എൻ്റെ ഇരിക്കുന്ന തറയുന്നതിന് ആവിയായിട്ട് പോവാൻ. ഉച്ചയുള്ള ചൂട് തന്നെ എല്ലാം തീരും. തറയിൽ വെള്ളം പോയിട്ട് ഓയിലിനെ ആവിയാക്കണായിരിക്കും. അയ്യോ ആവിയാക്ക എന്തിരിക്കണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് ചൂടല്ലേ ആൾറെഡി അടിക്കുന്നത്. നോക്കൂ ഗൈസ്, നോക്കൂ. സൈസ് ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത് പോയെന്ന് പറഞ്ഞാൽ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് സെറ്റാണ്. പക്കല്ല ഓവർ. മനസ്സിലായില്ല? അതാണ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ഇപ്പം കഴിക്കേണ്ട പ്ലാൻ ഏട്ടാ. അടുത്ത ഫുഡ് കഴിക്കേണ്ട പ്ലാൻ കണ്ട പരിപാടി ഏട്ടാ. റൈസ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെയാണ്. അടുത്ത കറി ഉണ്ടാകട്ടെ. എന്നിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങണം. കുട്ടിക്കാൻ പോവാണ് കേട്ടോ. ടൈമായി 7 മണിയായി. ഇതേ കഴിഞ്ഞ കേട്ടോ. ഞാൻ പോയി കമ്പ്യൂട്ടർ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം അനാലിസിസ് എങ്ങനെയാണോ നോക്കാം. കുഴപ്പമില്ല, വിളിച്ചു പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതേ ഉള്ളൂ. കുറച്ചു നേരം അങ്ങനെ പോട്ട്. അടുത്ത അനാലിസിസ് എന്താ നോക്കണം. അടുത്ത മൂവ്മെന്റ് ഇനി കാത്തിരിക്കുക. അത് തന്നെ പറയാൻ പറ്റും. ഇനി ഒരു മണിക്കൂറും കൂടി ഇത്തിരി നല്ല മൂവ്മെന്റ് കാണും. ആദ്യത്തത് കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റ് ഉണ്ടായിരുന്നു, മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ 15 മിനിറ്റുള്ള മൂവ്മെന്റ് കഴിഞ്ഞു. ഇത് ഇവിടുത്തെ 7 മണിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതും ചെക്ക് ചെയ്ത്, കമ്പ്യൂട്ടറും ചെക്ക് ചെയ്ത് അവിടെ നിന്നിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാം തീരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 8-8:30 ആവുള്ളൂ. ഇതിന്റെ ഇടയിൽ കൂടി ഉണ്ടെങ്കിലും ഉണ്ട്. മനസ്സിലായല്ലോ? അതാണ് പോയി അടുത്തൊരു ഇപ്പം ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അതിന് മുമ്പ് എല്ലാം മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ കൊടുത്ത് സെറ്റ് ആകട്ടെ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. എവിടെയും കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്. ക്ലോറിനേഷൻ്റെ അവിടെ അടുത്ത് ഇന്നത്തെ ദിവസം എന്തൊരു ട്രേഡിങ് ബേസിലൊന്നുമില്ല. മൂവ്മെന്റ് ചെറുതായിട്ട് കണ്ടത് തന്നെ. പിന്നെ ജോലി ബേസ് ഇന്നലത്തെ രാത്രി വരെ ഉള്ളത് കുഴപ്പമില്ലായിരുന്നു. തിന്നും നോക്കിയും തിന്നു അങ്ങനെയൊക്കെ ഇരുന്നു. മനസ്സിലായല്ല? അതാണ്. പിന്നെ അടുത്ത് ഇന്നത്തെ ഡ്യൂട്ടി ചെയ്തത് കറക്റ്റ് ചെയ്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത് റീഡിങ്ങിന്റെ ഫോട്ടോ ഇനി എടുക്കാറുണ്ട്. ഇന്നത്തെ ഉറക്കം അടിപൊളി ഉറക്കം വരുന്ന കേട്ടോ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണിക്കൂറെങ്കിലും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന സമയം വരെ മാത്രം 2 മണിക്കൂർ ഫുഡ് ഉണ്ടാക്കി എടുത്ത്, അതായത് വീട്ടിലും വിളിച്ച് ഫുഡും ഉണ്ടാക്കി ആ എടുത്ത സമയം മാത്രം തന്നെ. അതിനടുത്ത് പോയി മീറ്ററിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് സെറ്റ് ആകട്ടെ. ഇവിടെ കുഴപ്പമില്ല കേട്ടോ, മീറ്ററെല്ലാം സെറ്റ്. നീ മീറ്ററിന്റെ ഫോട്ടോ കൂടെ എടുത്താൽ കേട്ടോ, ബാക്കിയെല്ലാം കുഴപ്പമില്ല, സെറ്റാണ്. അതായത് കുഴപ്പമില്ല കേട്ടോ, ഓക്കെയാണ്. റീഡിംഗ് എല്ലാം എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചേട്ടാ. ഒരു കാൻസാർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് ബീഹാറിലെ. പുള്ളിനെ റിലീജിയന്റെ പേരും പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ടീച്ചറാണ്. പുള്ളിക്കാരനെ ഓമ്പിച്ച്, അങ്ങ് നല്ല വേഷം ഓമ്പിച്ച്. സത്യം പറഞ്ഞതാണ്.
പുള്ളിക്കാരെ മറ്റേ പേപ്പർ ലീക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ വേറെ വേഷം അങ്ങ് ഊമ്പിച്ച്. മനസ്സിലായി? നമ്മൾ നല്ല ചെയ്യാൻ പോയാലും ഗവൺമെന്റ് നമ്മളെ മുമ്പിക്കും, കൂടെ ഉള്ളവർ മുമ്പിക്കും. മനസ്സിലായി? ആരെ സഹായിക്കാനും പോകാൻ പാടില്ല ഈ കാലത്ത്. സഹായിക്കണവനും സഹായിക്കണ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാണൂല. ഏത് ഗവൺമെന്റിന് വേണ്ടി സഹായിക്കണാണോ ആ ഗവൺമെന്റിന്റെ അഗൈൻസ്റ്റ് നമ്മൾ എന്ത് പറയൂ, ആ ഗവൺമെന്റ് നമ്മളില്ല. പുള്ളിക്കാരൻ എന്തോ പറഞ്ഞ് നീറ്റിന്റെ എന്തോ പേപ്പർ ലീക്ക് ആയതിനു ശേഷം പുള്ളിക്കാരൻ എന്തോ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഒരു ഇത് തുടങ്ങാം, അവിടെ നിന്ന് തന്നെ ഫുള്ള്, അതായത് എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഷൂട്ട് ഔട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു രീതി പറഞ്ഞു. അതിനുശേഷം എത്ര 5-10 ദിവസമായപ്പോ പുള്ളിക്കാരൻ രാജ്യദ്രോഹി. ഇതൊക്കെ അറിയാന്നുള്ളവർക്ക് അറിഞ്ഞുകൂടെ? അത്രയ്ക്കൊന്നും ബുദ്ധിയില്ലേ? അപ്പൊ ശരി എന്നാ ഈ ചെറിയൊരു എന്റെ ഒരു ഇതില് പറഞ്ഞതാ. അതായത് സ്വന്തം കാര്യം നോക്കി നടക്ക, അല്ലെങ്കിൽ എല്ലാ ഗവൺമെന്റിനെയും പിടിച്ചിട്ട് എടുത്തു മുപ്പീടുത്തങ്ങ് എറിയണം. ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? എന്തിനു പറഞ്ഞ ശരി കാശ് വീഡിയോ വലുതാക്കാനില്ല, വേറെ വീഡിയോ ചെറുതാണ് കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ നോക്കണം, പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ എഡിറ്റിങ്, ഗെയിമുകൾ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.